അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 55, 56 പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച്, ചക്രീയ ചതുർഭുജത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ വേർട്ടിസസും ഒരു സർക്കിളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അത് ഒരു സർക്കിളിൽ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ സൈഡ്സും കിടക്കണമെങ്കിൽ അതിനെ എന്തെന്ന് പറയും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയും. ഇനി ഇതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 4 ലേബിൾ കൊടുക്കണമെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത്, അല്ലേ? ഈ 2 ഡിഫറെന്റ് ആർക്കിൽ കിടക്കണം, ഓൾട്ടർനേറ്റീവ് ആർക്കിൽ കിടക്കണ 2 ആംഗിൾസ് എന്തായിരിക്കും? പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അതായത് ഒരു കോഡിനെ സബ്റ്റൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിന് ഡയഗണൽസ് വരക്കണമെങ്കിൽ, വികരണങ്ങൾ വരക്കണമെങ്കിൽ നമുക്ക് സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾസ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ എ ബിയിലുള്ള ആംഗിൾ ഏതൊക്കെയാണ്? എയിലും ബിയിലും എൻഡ് ചെയ്യുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? എ സി ബി, അല്ലേ? ആംഗിൾ എ സി ബി. വേറെ എയിലും ബിയിലും എൻഡ് ചെയ്യുന്ന വേറെ ഏത് ആംഗിൾ ആണുള്ളത്? എ ഡി ബി ഈക്വൽ ടു എ ഡി ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇതും നമ്മൾ പഠിച്ചതാണ്. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? ആംഗിൾ അറ്റ് ദ സെന്റർ ഓൾവേസ് ട്വൈസ് ദ ആംഗിൾ അറ്റ് ദ കോഡ്. സെന്ററിൽ ഇപ്പൊ നമ്മൾ O എന്ന് കൊടുക്കണമെങ്കിൽ ഈ ആംഗിളിലുള്ള സെന്ററിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? കോഡിലുള്ള ആംഗിളിന്റെ ട്വൈസ് ആയിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അല്ലേ? ഫോർ എക്സാമ്പിൾ എ സി ബി ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബിയെ സബ്റ്റൻഡ് ചെയ്യുന്ന സെന്ററിലുള്ള ആംഗിൾ ഏതാണ്? എയും ബിയും എൻഡ് ആയിരിക്കണം, നടുക്ക് O ആയിരിക്കും. അതായത് എ ഒ ബി. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്വൈസ് ഓഫ് എ സി ബി ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിളും സർക്കിളിലുള്ള കോഡിലുള്ള ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് നോക്കേണ്ടത്? 2 എൻഡിലും എ ബി ഉണ്ടോ എന്ന് നോക്കണം. 2 എൻഡിലും സെയിം ആയിരിക്കണം. ഇതിന്റെ നടുക്കത്തെ പോയിന്റ് O ആയിരുന്നു. സെൻട്രൽ ആംഗിൾ O ആണോ നോക്കണം. നടുക്കുള്ള ഏതോ പോയിന്റ് ആണോ അതായിരിക്കും സെൻട്രലിൽ വരേണ്ടത്. ഇത് ബാക്കിയുള്ള അടുത്ത പോയിന്റ് സർക്കിളിലുള്ള ആംഗിൾ സി. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ തിയറം. ഇത് സർക്കിളിന്റെ ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടന്റ് തിയറമാണ്. ഇപ്പൊ ഈ 3 പറഞ്ഞതും. അപ്പോൾ ഈ 3 റിസൾട്ടും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഫിഗർ നോക്കി ഏത് തിയറം യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ അടുത്തത് നമുക്ക് പേജ് നമ്പർ 55 ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇസ് calculate the angles of the quadrilateral shown below and also the angles between the diagonals. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിൽ ഇവിടെ 50 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി. ഇനി നമുക്ക് ലേബിൾ ചെയ്യാം. എ ബി സി ഡി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് തന്നേക്കണ ആംഗിൾസ് എന്തൊക്കെയാണ്? ആംഗിൾ ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ എ സി ഡി, അല്ലേ? ആംഗിൾ എ സി ഡി ഈക്വൽ ടു 30 ഡിഗ്രി ആണ്, അല്ലേ? ആംഗിൾ എ സി ഡി 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമുക്ക് O എന്ന് കൊടുക്കാം. എ സി ഡി സർക്കിളിലുള്ള ആംഗിൾ ആണ്. 2 എൻഡ് എയും ഡിയും. അപ്പൊ എയും ഡിയും എൻഡിൽ വരുന്ന സർക്കിളിലുള്ള വേറെ ആംഗിൾ ഈക്വൽ ആയിരിക്കുമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ച തിയറം അനുസരിച്ചിട്ട്, അല്ലേ?
രണ്ടാമത്തെ തിയറം നേരത്തെ പഠിച്ചതനുസരിച്ചിട്ട്. അപ്പൊ എയും ഡിയും എൻഡിൽ വരുന്ന സർക്കിളിലുള്ള വേറെ ആംഗിൾ ഏതാണ്? എ ബി ഡി അല്ലെ, ഈ ആംഗിൾ അല്ലെ. അപ്പൊ ഈ സർക്കിളിലുള്ള ആംഗിൾസ്, ഒരേ ആർക്കിലുള്ള ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് അല്ലെ. അപ്പോൾ ആംഗിൾ എ ഡി, സെന്ററിൽ മാത്രം വേറെ ആംഗിളിന്റെ പേര് നോക്കിയാൽ മതി. അപ്പൊ ആംഗിൾ എ ബി ഡി, അതായത് എ ഡി വരുന്ന ഒരേ ആർക്കിലുള്ള എ ഡി വരുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, 30 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ആംഗിൾ നമുക്ക് നോക്കാം. ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ സി ബി ഡി. ആംഗിൾ സി ബി ഡി ഈക്വൽ ടു എത്രയാണ്? 45 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ രണ്ട് എൻഡിൽ എന്താണ്? സിയും ഡിയും. അപ്പോൾ സിയും ഡിയും രണ്ട് എൻഡായി വരുന്ന ബി അല്ലാത്ത വേറെ ഏത് ആംഗിളാണുള്ളത്? സിയും ഡിയും രണ്ട് എൻഡിൽ വരുന്നത് സി എ ഡി അല്ലേ. അതായത് ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. Therefore, angle CAD equal to 45 ഡിഗ്രി. റീസൺ എന്താണ്? ഇതിന്റെ രണ്ടിന്റെ റീസൺ എന്താണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്, ഒരേ വൃത്തഖണ്ഡത്തിലുള്ള കോണുകൾ. ഓക്കെ, ഇനി വേറെ ഏത് ആംഗിളാണ് വന്നേക്കണത്? ഈ ആംഗിളാണ് 50 ഡിഗ്രി. ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ ബിയും സിയും രണ്ട് എൻഡിൽ വരുന്ന വേറെ ആംഗിൾ ഏതായിരിക്കും? ബിയും സിയും രണ്ട് എൻഡിൽ വരുന്ന ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി ഈക്വൽ ടു 50 ഡിഗ്രി, അതായത് ഇത്. റീസൺ എന്താണ്? സെയിം റീസൺ തന്നെ അല്ലേ. ഇനി നമുക്ക് ഏതൊക്കെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്? ഈ ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട്, ഈ ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. അതായത് ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഡി ബി അല്ലേ. അപ്പൊ നമുക്കറിയാം ആംഗിൾ എ ഡി ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഫസ്റ്റ് തിയറം നോക്കാം. അതായത് ഒരു ആംഗിൾ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിൾസ് പ്ലസ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. ആ തിയറമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി. അതായത് ആംഗിൾ എ ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആംഗിൾ ഈ രണ്ട് ആംഗിൾസ് പ്ലസ് ചെയ്തതാണ് അല്ലേ. അതായത് ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ ഡി ബിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആംഗിൾ മൊത്തം ഉൾപ്പെടുത്തിയത്. ആംഗിൾ എ ഡി സി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഡി ബി പ്ലസ് 50 ഡിഗ്രിയാണ് അല്ലേ, എ ഡി സി എന്ന് പറഞ്ഞാൽ. ഇനി ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 പ്ലസ് 45 ആണ് അല്ലേ. ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ നമുക്ക് ബാക്കി എല്ലാം പ്ലസ് ചെയ്യാം. ആംഗിൾ എ ഡി ബി ഈക്വൽ ടു, ഇതെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ 50 പ്ലസ് 30 80, 80 പ്ലസ് 45 125 പ്ലസ് 125 ഈക്വൽ ടു എത്ര കിട്ടും? 180 കിട്ടും അല്ലേ. അപ്പോൾ ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 180 മൈനസ് 125. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടണത്? 10 മൈനസ് 5 5, 55 കിട്ടും അല്ലേ. അതായത് ആംഗിൾ എ ഡി ബി 55 ഡിഗ്രി കിട്ടും. ഇവിടെ നമുക്ക് കിട്ടി ആംഗിൾ എ ഡി ബി 55 ഡിഗ്രി.
ഇനി അതുപോലെ നമുക്ക് എന്താണ് സെയിം ഇതും കണ്ടുപിടിക്കാം അല്ലേ? ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിളും കൂടി പ്ലസ് ചെയ്തിട്ട് 180 ഡിഗ്രി ആക്കാം. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആംഗിൾ ബി സി ഡി, ആംഗിൾ ബി സി ഡി പ്ലസ് ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 180 ഡിഗ്രിയാണ് അല്ലേ? ഇനി ആംഗിൾ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട? ആംഗിൾ ബി സി എ, ആംഗിൾ ബി സി എ പ്ലസ് ഈ 30 ആണ് എന്ത്, ബി സി ഡി എന്ന് പറഞ്ഞാൽ. ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇതാണ്. ഇനി അടുത്തത് ബി എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, 45 പ്ലസ് 50 ആണ്, പ്ലസ് 45 പ്ലസ് 50 ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി സി എ പ്ലസ് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, again 125 equal to 180. അപ്പോൾ ആംഗിൾ ബി സി എ ഈക്വൽ ടു 180 മൈനസ് 125 വിച്ച് ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി. അപ്പോൾ ഇവിടെയും എത്രയാണ്, 55 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 2 തിയറംസ് വെച്ചിട്ടാണ് ഇത് ഫുള്ള് നമ്മൾ ആംഗിൾസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ക്വാഡ്രിലാറ്ററലിലെ ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാം. ആംഗിൾ എ എത്രയാണ്, ആംഗിൾ എ 45 പ്ലസ് 50 എത്രയാണ്, 95 അല്ലേ, 95 ഡിഗ്രി. അടുത്തത് ആംഗിൾ ബി 30 പ്ലസ് 45 75. അടുത്തത് ആംഗിൾ സി 30 പ്ലസ് 55 85 ഡിഗ്രി. ആംഗിൾ ഡി 55 പ്ലസ് 50 105 ഡിഗ്രി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at opposite vertex. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏതു മൂലയിലെയും പുറം കോൺ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം വരക്കാം. അതിലെന്താ പറഞ്ഞേക്കുന്നത്, എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ഓപ്പോസിറ്റ് വേർട്ടെക്സ്. അപ്പോൾ നമുക്കൊരു ഔട്ടർ ആംഗിൾ വേണം. ഇത് നമുക്ക് പി ക്യു ആർ എസ് പിന്നെ ഇവിടെ ടി എന്ന് കൊടുക്കാം. ഔട്ടർ ആംഗിൾ ആർ എസ് ആർ ക്യു ടി എന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ ആംഗിൾ പുറത്തുള്ള കോണ് എന്താണ്, ഈക്വൽ ടു അകത്തുള്ള കോണിന്റെ ഓപ്പോസിറ്റുള്ള അകത്തുള്ള കോൺ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആംഗിൾ പി എസ് ആർ ഈക്വൽ ടു ആംഗിൾ ആർ ക്യു ടി. അതാണ് ക്വസ്റ്റ്യൻ. എനി ഔട്ടർ ആംഗിൾ, ഏതെങ്കിലും ഔട്ടർ ആംഗിൾ അകത്തുള്ള ഇന്നർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള അകത്തുള്ള ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പഠിച്ച തിയറം വെച്ചിട്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. അപ്പൊ ആംഗിൾ പി എസ് ആർ പ്ലസ് ആംഗിൾ പി ക്യു ആർ ഇത് രണ്ടും 180 ഡിഗ്രി, അത് രണ്ടും പ്ലസ് ചെയ്താൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ പി എസ് ആർ പ്ലസ് ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു 180 ഡിഗ്രി ആണ് അല്ലേ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഈ ആംഗിളും എന്താണ്, ലീനിയർ പെയർ ആണ് അല്ലേ. ലീനിയർ പെയർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലീനിയർ പെയർ ആയിട്ടുള്ള 2 ആംഗിൾസ് തമ്മിൽ പ്ലസ് ചെയ്താൽ എത്രയാണ്, 180 ഡിഗ്രി ആണ് അല്ലേ. അതായത് ഇതെന്താണ്, 180 ഡിഗ്രി ആംഗിൾ ആണ്, സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പൊ ഇത് ലീനിയർ പെയർ ആയതുകൊണ്ടിട്ട് നമുക്ക് പറയാം ആംഗിൾ പി ക്യു ആർ പ്ലസ് ആംഗിൾ ആർ ക്യു ടി എത്രയാണ്, 180 ഡിഗ്രി. ആംഗിൾ
PQR പ്ലസ് ആംഗിൾ RQT എത്രയാണ്? 180 ഡിഗ്രി. സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്യാം. കാരണം ഇത് രണ്ടും എന്താണ്? 180 ഡിഗ്രിയാണ്. ഇത് രണ്ടും എന്താണ്? 180 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഈക്വൽ ടു ഇതെന്ന് പറയാലോ അല്ലെ? ഇത് രണ്ടും പ്ലസ് ചെയ്താൽ ഈക്വൽ ടു 180, ഇത് രണ്ടും പ്ലസ് ചെയ്താൽ ഈക്വൽ ടു 180. അപ്പൊ ഇത് ഈക്വൽ ടു ഇതെന്ന് പറയാം. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം രണ്ട് ഇക്വേഷൻസും. അതായത് ആംഗിൾ PSR പ്ലസ് ആംഗിൾ PQR ഈക്വൽ ടു ആംഗിൾ PQR പ്ലസ് ആംഗിൾ RQT. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. കാരണം ഇത് 180 ഡിഗ്രി, ഇത് 180 ഡിഗ്രി. 180 ഈക്വൽ ടു 180 എന്ന് എഴുതിയുള്ളൂ. ഇനി നമുക്ക് രണ്ട് സൈഡിലും ആംഗിൾ PQR ഉണ്ട്, അത് കട്ട് ചെയ്ത് പോകും. അപ്പൊ ബാക്കി നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ PSR ഈക്വൽ ടു ആംഗിൾ RQT അല്ലെ? അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ PSR ഈക്വൽ ടു ആംഗിൾ RQT. അടുത്തത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ is prove that a parallelogram which is not a rectangle is not cyclic. അതായത് ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയ ചതുരമല്ല എന്ന് തെളിയിക്കുക. അതായത് ഒരു പാരലോഗ്രാം അല്ലെ? പാരലോഗ്രാം എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ? പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ PQRS കൊടുക്കണമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ R ആയിരിക്കും അല്ലെ ഒരു പാരലോഗ്രാമത്തിൽ. പക്ഷെ നമുക്കറിയാം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്താണ് സംഭവം? ഓപ്പോസിറ്റ് ആംഗിൾസ് പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതായത് ആംഗിൾ P പ്ലസ് ആംഗിൾ R ചെയ്താൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. പക്ഷെ നമുക്കറിയാം ഒരു പാരലോഗ്രാമിൽ എന്താണ്? ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 180 ഡിഗ്രി ഇതിന് രണ്ടിനും പകുതി പകുതി കൊടുക്കണം അല്ലെ? അതായത് ആംഗിൾ P ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും, ആംഗിൾ R ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ആംഗിള് ഒരു ക്വാഡ്രിലാറ്ററലിലെ ആംഗിള് 90 ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ അതെന്താണത്? അത് റെക്ടാംഗിൾ ആണ് അല്ലെ? അത് ഒരിക്കലും എന്താവൂല? പാരലോഗ്രാം ആവൂല 90 ഡിഗ്രി ആണെങ്കിൽ. അപ്പൊ 90 ഡിഗ്രി ആവുന്നത് കൊണ്ടിട്ട് എന്ത് പറയാം നമുക്ക്? PQRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു റെക്ടാംഗിൾ ആണ്. ഇത് എന്തില്ല? സൈക്ലിക് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്തു. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണത്? റെക്ടാംഗിൾ അല്ലാത്ത ക്വാഡ്രിലാറ്ററൽ ഒന്നും എന്തല്ല? സൈക്ലിക് അല്ല.